ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കല്യാണങ്ങളും വലിയ ആർഭാടങ്ങളും ലക്ഷങ്ങളും കോടികളും പൊടി പിടിച്ചിട്ടാണ് അല്ലേ. ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണമാണെങ്കിലും ഒരുപാട് ദിവസം, ആണിൻ്റെ വീട്ടിലാണെങ്കിലും ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് അല്ല, അതിന് ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ ഡേയ്സ്, ഓരോ കാര്യങ്ങൾ, പല പല തീരുമാനങ്ങൾ, പല പല പ്ലാനുകളെല്ലാം ഉണ്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ആദ്യം പറയാനുള്ളത്, നിങ്ങളുടെ മകനാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവൻ്റെ കൂടെ 1, 2, 3 ദിവസം നിങ്ങൾ ഇരിക്കും. എന്നിട്ട് പറഞ്ഞു കൊടുക്ക് അച്ഛനും അമ്മയും വളരെ ഉത്തരവാദിത്തോടു കൂടി. എന്തെന്നറിയോ, എന്താണ് ഭാര്യ, ആ വരുന്ന പെൺകുട്ടി എത്രത്തോളം നിനക്ക് പ്രിയപ്പെട്ടവളായിരിക്കണം, ആ കുട്ടിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്. ഒരു അച്ഛൻ്റെയും അമ്മയും ഒരു പൊന്നുപോലെ നോക്കി വലുതാക്കിയ ഒരു പെൺകുട്ടി നിൻ്റെ കയ്യിലൊക്കെ വരുമ്പം അവളുടെ സ്വപ്നങ്ങളെ നീ തകർക്കാൻ പാടില്ല. നീ കാരണം അവൾ കണ്ണീര് കുടിക്കാൻ പാടില്ല. ആ കുട്ടിക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നീ കൊടുക്കണം. ആ അച്ഛനും അമ്മയ്ക്കും എന്നും നിൻ്റെ കയ്യിലാണ് അവൾ എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരവസ്ഥ നിനക്ക് കൊടുക്കാൻ എനിക്ക് പറ്റണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവണം. അതുപോലെ നിങ്ങളുടെ മകളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ എന്താണ് ഭർത്താവിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഭർത്താവിന് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, ഒരു ഭാര്യയ്ക്ക് എന്തൊക്കെ ഉത്തരവാദിത്തം ഭർത്താവിലുണ്ടാവും. ഇങ്ങനെ ഭർത്താവ് എന്താണെന്ന് നമ്മുടെ മകൾക്കും ഭാര്യ എന്താണെന്ന് നമ്മളെ മകനും പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ സംഭവിക്കുന്ന പോലെ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ ഈ കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് വരാനും അല്ലെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളും കാണാനൊന്നും നിൽക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത്, കോടികളൊക്കെ ചിലവാക്കി ആൾക്കാരുടെ മുന്നിൽ കല്യാണം പൊടിക്കുന്നതിൻ്റെ മുന്നേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ഭാര്യ, എന്താണ് ഭർത്താവ്, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അത് നിറവേറ്റാതെ എത്ര നിങ്ങൾ ചിലവാക്കിയിട്ടും ഒരു പ്രയോജനം അതിൽ കിട്ടാൻ പോകുന്നില്ല.